ചെറിയൊരു പർച്ചേസിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം ഫാൻസിയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. കയറുമ്പോൾ മഴയൊന്നുമില്ല, ഇറങ്ങിയപ്പോൾ എന്താ മഴ ഇങ്ങനെ തുള്ളി പെയ്തിറങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോഴത്തേക്കും മറ്റവനെ അവിടെ വാ 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 അപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു വിളിച്ചത്. ആ മഴയൊക്കെ കൊണ്ട് അപ്പോഴത്തേക്ക് ചെന്നപ്പോൾ അവിടെ ആനമുട്ടിയില്ല. വെറുതെ മനസ്സിൽ സിപ്പാക്കാൻ വേണ്ടി അങ്ങോട്ട് വെച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ തോർന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ കേക്ക് കടയിൽ കയറി, മൊജിറ്റോയിൽ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കോട്ടാപ്പുറത്തുള്ള കടയിൽ കയറുന്നത്. എന്നിട്ട് പിന്നെ അവിടുന്ന് കേക്കിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അവസാനം ഞങ്ങൾ ഒരു കേക്കൊക്കെ വാങ്ങി. അപ്പോഴത്തേക്ക് മറ്റവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അത് കയ്യിൽ പോക്കറ്റ് മണിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിൽക്കുന്ന സ്വഭാവം മാറും. സാധനം വാങ്ങിയ പൈസ തീരൂലേ. അപ്പോൾ ഒരു രണ്ടാൾ അതുവരെ അത് വാങ്ങാം, ആന വാങ്ങാം, മല മറിക്കാം എന്നൊക്കെ പറഞ്ഞാൽ കുത്തിരിക്കുന്നു. ലാസ്റ്റ് പിന്നെ ഒരു ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പൈസ സേവ് ചെയ്യാന്നുള്ളതിൽ നമ്മളെ പോക്കറ്റ് മണി കൊണ്ട് ഇതാക്കിയിട്ട് ഓലിങ്ങോട്ട് ഒഴിഞ്ഞു നിന്നു. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങി. കേക്കിൽ അയാനുവിൻ്റെ പേരൊക്കെ എഴുതി. എന്താ പരിപാടിയെന്ന് വെച്ചാൽ അയാനുവിൻ്റെ ബർത്ത്ഡേ ആവുന്നതിന് മുമ്പ് ഇവരൊക്കെ പോകുമ്പോഴത്തേനും ചെറുതായിട്ട് കേക്ക് മുറിക്കണം എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരാണ്. അങ്ങോട്ട് പിന്നെ ഇപ്പാൻ്റെ കൂടെ ഓട്ടോയിൽ ഓസിക്കാണ് പോയത്. ഇങ്ങോട്ട് പിന്നെ ഉപ്പല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ പോരണം. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ പിന്നെ അയാനൊക്കെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഓനും മാറ്റി കൊടുത്ത് എനിക്ക് തൊപ്പി കത്തറ വെച്ച് കൊടുത്താലും തൊപ്പി തറന്ന് നോക്കുമല്ലാണ്. എടുത്ത് ഇങ്ങനെ വെറിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും, തല തിരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഈ തലമ്മ തൊപ്പി വെക്കണമെന്ന് ഇഷ്ടമല്ല. തൊപ്പി പിന്നെ മുമ്പ് തന്നെ വെക്കാൻ നേരത്തെ, കാരണം ഓരോ തലമ്മ വെച്ചാൽ ഇരിക്കൂല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കേക്ക് മുറിച്ചാൻ റെഡിയായി. പിന്നെ എല്ലാവരും നിന്നു. ഞങ്ങളിങ്ങനെ കേക്ക് മുറിച്ചുമ്പോൾ രണ്ടാളെ കുറവുണ്ട്, ഓലില്ല. പിന്നെ മുറിച്ചാനും ഒപ്പം ഇക്വലാത്തൊരു ഇതുകൊണ്ട് അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ച് ആദ്യമായിട്ടുള്ള അയാനൊന്ന് കുറച്ച് നേരം ഒന്ന് മുറിച്ചിട്ട് എഴുതി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഓനെ മുറിച്ചാണ്, ഓന് കേക്ക് തോന്നിയതായിട്ടുണ്ടാകുന്ന പറഞ്ഞത് ഇതാക്കി വെച്ചു. പിന്നെ ചെറുതായിട്ട് അവനക്ക് കേക്കൊക്കെ കൊടുത്ത്. എനിക്കങ്ങനെ മധുരം വലിയ ഇഷ്ടമല്ല, അങ്ങനെ തോനെ തിന്നൂല, കുറച്ച് തിന്നുള്ളൂ. കൂടുതൽ എരിയും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടം, മധുരം തീരെ ഇഷ്ടമല്ല. പിന്നെ എല്ലാവരോടും ഓരോരുത്തരോടെ വന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൊടുക്കും, തൊള്ള വെച്ചൊക്കെ ചിരിച്ചും. നമുക്ക് കുട്ടനൊക്കെ ഞങ്ങൾ തിന്നൊക്കെ ചിരിച്ചും. പക്ഷെ നമുക്ക് വല്ലാണ്ട് മധുരത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കലാപരിപാടിയിൽ അവസാനിപ്പിച്ചു. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടുകാരുടെ പരിപാടി ചെറിയ രീതിയിൽ ഞങ്ങളങ്ങനെ അവതരിപ്പിച്ച് നിർത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ വലിയ താത്തയും കുട്ടികളൊന്നുമില്ല, ഞങ്ങൾ ചെറിയവർ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയും കാക്കിയില്ല. അപ്പോൾ ഓക്കെ, ബൈ.